സോയ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം ഇതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതോടും വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന സോയ ചങ്ക്സും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ പൊട്ടറ്റോക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനിഗർ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 സെക്കൻഡും കൂടെ ഒന്ന്